പുരോഗമിക്കുന്നത്? ഇനി എന്നാലും വയനാട് കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത് 50%-ലേക്ക് പോളിംഗ് ശതമാനം നീങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോൾ 48.49% വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. അതിൽ തന്നെ സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത്. 48.95% സ്ത്രീകൾ വോട്ട് ചെയ്തു. പുരുഷന്മാർ 48.03%, 20% ട്രാൻസ്ജെൻഡർമാരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വയനാട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ മാനന്തവാടി, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ തരംതിരിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്. മാനന്തവാടി 47.58, സുൽത്താൻ ബത്തേരിയിൽ 49.41, കൽപ്പറ്റയിൽ 48.31, തിരുവമ്പാടിയിൽ 50.19, എറനാടിൽ 49.13, നിലമ്പൂരിൽ 47.78, വണ്ടൂരിൽ 47.37 എന്നുള്ളതാണ്. അതായത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വയനാടിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ 47.46% ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള വോട്ടിംഗ് ശതമാനം. അതിൽ തന്നെ അതായത് 12,59,930 വോട്ടുകൾ ഇവിടെ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 26,54,327 വോട്ടർമാരാണ് കോഴിക്കോടുള്ളത്. മലപ്പുറത്തും സ്ഥിതി സമാനമാണ്. വോട്ടിംഗ് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊരു മന്ദഗതി ഉണ്ടായിരുന്നു വോട്ടിംഗിൽ. അത് പ്രത്യേകിച്ച് ചൂടാണ്. ഒപ്പം തന്നെ ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അതൊക്കെ കൊണ്ട് തന്നെ രാവിലെ കണ്ട ഒരു ആവേശം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, ഒരു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പതിയെ ആളുകൾ വീണ്ടും എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് നിന്നും ചില പരാതികൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കാരണം കട്ടിപ്പാറ പുയോട് 9-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ കേടായി 2 മണിക്കൂറേറെ പിന്നിട്ടിട്ടും പ്രവർത്തനം സജ്ജമാക്കിയില്ല എന്നുള്ളത് അവിടെ വോട്ടെടുപ്പ് വൈകാൻ ഇടയാക്കുന്നുണ്ട്. അവിടെ വോട്ടർമാരെല്ലാം തന്നെ അവരുടെ പ്രതിഷേധം ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരോക്ഷമായ ഒരു പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് അവർ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഈ പോളിംഗ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നൊരു ആക്ഷേപം വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. താമരശ്ശേരി പരപ്പൻപൊയിൽ സ്കൂളിലെ ബൂത്ത് നമ്പർ 38, 39 എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പിന് വേഗത പോരാ എന്നൊരു പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വോട്ടർമാർക്ക് 2-3 മണിക്കൂറൊക്കെ ഈ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കടുത്ത ചൂടാണ്, ഈ ചൂട് കാലാവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നു. എന്നാലും ഈ 38-ാം നമ്പർ ബൂത്തിൽ 1300-ലധികം വോട്ടർമാരുണ്ട്. 2 മണി പിന്നിട്ടിട്ടും 400-ഓളം പേർ മാത്രമാണ് ഇതുവരെ ഇവിടെ വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും വരിയിലുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ശരി റിയാസ്, നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അമൽനാഥ് വിവരങ്ങളുമായി. കണ്ണൂരിലും വടകരയിലും എങ്ങനെയാണ് ഇപ്പോൾ പോളിംഗ്